ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റെഫ്രിജറൻസിനെ പറ്റിയാണ്. റെഫ്രിജറൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെഫ്രിജറേഷൻ ഡിവൈസിൽ, അതിപ്പോൾ ഫ്രിഡ്ജായാലും എയർ കണ്ടീഷണർ ആയിരുന്നാലും കോൾഡ് സ്റ്റോറേജ് ആയിരുന്നാലും അങ്ങനെ എന്ത് റെഫ്രിജറേഷൻ ഡിവൈസ് ആയിരുന്നാലും അതിലെ വർക്കിംഗ് ഫ്ലൂയിഡിനെയാണ് റെഫ്രിജറൻറ്റ് എന്ന് പറയുന്നത്. ആ വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുമ്പം അതിൻ്റെ വർക്കിംഗ് എങ്ങനെയെന്ന് പറഞ്ഞാൽ അതാണ് ഈ റെഫ്രിജറൻറ്റ് എന്ന് പറയുന്ന വർക്കിംഗ് ഫ്ലൂയിഡാണ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുന്നതും ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് അത് വേപ്പറാവുന്നതും അത് കഴിഞ്ഞിട്ട് അതിനെ റിജക്റ്റ് ചെയ്യുമ്പോൾ തിരിച്ച് ലിക്വിഡ് ഫോമിലാവുന്നതും. അപ്പോൾ ആ വർക്കിംഗ് ഫ്ലൂയിഡിനെയാണ് റെഫ്രിജറൻറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഫ്രിഡ്ജിൽ ഇവാപ്പറേറ്റർ എന്ന് പറയുന്ന ആ ക്യാബിനുണ്ട്, അതായത് ഫ്രീസർ എന്നൊക്കെ പറയുന്ന ക്യാബിൻ, അതിന് ചുറ്റും ട്യൂബ്സ് കൊടുത്തിരിക്കും. ചെറിയ ട്യൂബ്സ്, നല്ല നീളത്തിലുള്ള ട്യൂബുകൾ കൊടുത്തിരിക്കും. ആ ട്യൂബിൻ്റെ അകത്തു കൂടിയാണ് റെഫ്രിജറൻറ്റ് എന്ന് പറയുന്ന ആ ഫ്ലൂയിഡ് പാസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പാസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ അകത്തുള്ള ഈ ഫ്രീസറിൻ്റെ അകത്തുള്ള ഹീറ്റ് എനർജി അത് അബ്സോർബ് ചെയ്യുന്നത്. ട്യൂബിൻ്റെ അകത്തുള്ള ഈ റെഫ്രിജറൻറ്റ് അബ്സോർബ് ചെയ്തിട്ട് അതുകൊണ്ട് കണ്ടൻസറിൽ കൊണ്ട് ആ ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫ്ലൂയിഡിനെയാണ് റെഫ്രിജറൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റെഫ്രിജറൻറ്റ് എന്ന് പറയുന്ന നമ്മുടെ വീടുകളിലൊക്കെ ചിലപ്പോൾ ഈ ഫ്രിഡ്ജിൽ നിന്ന് വളരെ ഫൗളായിട്ടുള്ള സ്മെല്ല് ചില സമയത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ ആൾക്കാർ പറയും അത് ഗ്യാസ് ലീക്ക് ചെയ്താണ്, ഫ്രിഡ്ജിൽ നിന്ന് ഗ്യാസ് ലീക്ക് ചെയ്താണ് എന്നൊക്കെയാണ് സാധാരണ ആൾക്കാർ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ സർവീസ് സെൻ്ററിൽ വിളിച്ച് പറയും. അപ്പോൾ അവർ വന്ന് അതിനെ റീഫില്ല് ചെയ്യും. അപ്പോൾ ഈ ഗ്യാസ് ലീക്ക് ചെയ്യുന്നു, അപ്പം സർവീസ് സെൻ്ററുകാർ വന്ന് റീഫില്ല് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് ഈ റെഫ്രിജറൻറ്റ് എന്ന് പറയുന്ന വർക്കിംഗ് ഫ്ലൂയിഡിനെയാണ്. ഈ വർക്കിംഗ് ഫ്ലൂയിഡ് എന്തെങ്കിലും കാരണവശാൽ ആ പൈപ്പ് ലൈനിൽ എന്തെങ്കിലും ലീക്കൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് ലീക്ക് ചെയ്യുന്ന സ്മെല്ല് നമുക്കടിക്കും. അങ്ങനെ ലീക്ക് ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആ സ്മെല്ല് ഉണ്ടാകാനുള്ള കെമിക്കലും കൂടി റെഫ്രിജറൻറ്റിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ സ്മെല്ല് ഉണ്ടാവുന്നത്, ലീക്കായി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ സ്മെല്ലൊക്കെ ആ റെഫ്രിജറൻറ്റിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ലീക്ക് ചെയ്യുമ്പം സ്മെല്ലടിക്കുമ്പോൾ നമ്മളോട് സർവീസ് സെൻ്ററിൽ വിളിച്ച് പറയും, അവർ ആൾക്കാർ വന്ന് അതങ്ങ് ശരിയാക്കും. എന്നിട്ട് റീഫില്ല് ചെയ്യും. അപ്പോൾ ആ റീഫില്ല് ചെയ്ത് കൊടുക്കുന്ന ആ ഫ്ലൂയിഡിനെയാണ് റെഫ്രിജറൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെഫ്രിജറൻറ്റ് എന്ന് പറയുന്നത് ഫ്ലൂയിഡാണ്. അത് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ വേപ്പറാവും. അത് കഴിഞ്ഞാൽ അബ്സോർബ് ചെയ്ത ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സ്പെല്ല് ചെയ്യുമ്പോൾ അത് തിരിച്ച് ലിക്വിഡ് ഫോമിലാവും. അപ്പം അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടിയുള്ള ഫ്ലൂയിഡ്സിനെയാണ് സാധാരണ റെഫ്രിജറൻറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മുടെ വാട്ടറും സത്യം പറഞ്ഞാൽ ഈ റെഫ്രിജറൻറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലൂയിഡാണെന്ന് പറയാം. കാരണം വാട്ടർ ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പം അത് വേപ്പറായിട്ട് മാറും. അതാണ് നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ ചൂടാക്കുമ്പോൾ അത് ചൂടായി ബോയിൽ ചെയ്ത് അത് വേപ്പറായി മാറുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് തന്നെയാണ്. ആ വേപ്പറിനെ നമ്മൾ തിരിച്ച് കണ്ടൻസ് ചെയ്യുകയാണെങ്കിൽ അത് തിരിച്ച് ലിക്വിഡ് ഫോമിലോട്ട് കൺവേർട്ട് ആവും. അപ്പോൾ ആ ഒരു സംഭവം തന്നെ, ആ ഒരു പ്രോസസ്സ് തന്നെയാണ് ഞാനിവിടെ പറഞ്ഞത്. ഹീറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ അത് വേപ്പറാവുന്നു, ആ അബ്സോർബ് ചെയ്ത ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുമ്പോൾ അത് തിരിച്ച് ലിക്വിഡ് ഫോമിലാവുന്നു. അപ്പോൾ വെള്ളം തിളച്ച് സ്റ്റീം ആവുന്നു, അതെന്ന് പറയുന്നത് വേപ്പർ ഫോമാണ്. അതിനെ കണ്ടൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹീറ്റ് റിജക്റ്റ് ചെയ്യുന്നു എന്ന ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ കണ്ടൻസ് ചെയ്യുമ്പം അത് തിരിച്ച് ലിക്വിഡ് ഫോം ആവുന്നു. അപ്പോൾ ആ പ്രോപ്പർട്ടിയുള്ള ഫ്ലൂയിഡ്സിനെയാണ് സാധാരണ റെഫ്രിജറൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ യൂസ് ചെയ്യുമ്പോഴും നമുക്ക് അങ്ങനത്തെ പ്രോപ്പർട്ടിയുള്ള എല്ലാ ഫ്ലൂയിഡ്സും നമുക്ക് റെഫ്രിജറൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. ഈ വാട്ടർ തന്നെ ചില സ്പെഷ്യൽ കേസിൽ മാത്രമേ റെഫ്രിജറൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറുള്ളൂ. കാരണം വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിൻ്റെ ഫ്രീസിങ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. സാധാരണ ഈ റെഫ്രിജറേറ്ററിലൊക്കെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജൊക്കെ തന്നെ അതിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ബിലോ 0 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. പ്രത്യേകിച്ച് ഫ്രീസറിൻ്റെ അകത്തൊക്കെ പറഞ്ഞാൽ ഐസ് ഉറഞ്ഞിരിക്കുന്ന സ്പേസാണ് ഈ ഫ്രീസർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ബിലോ 0 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഈ വാട്ടറാണ് റെഫ്രിജറൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴേ ഈ വാട്ടറും കൂടി അങ്ങ് ഫ്രീസ് ആവും. അതായത് ആ ട്യൂബുകളിൽ കൂടെ, ചെറിയ ട്യൂബിൽ കൂടെ പോകുന്ന നമ്മൾ വേപ്പർ കംപ്രഷൻ സിസ്റ്റം പഠിച്ചപ്പോഴും അല്ലെങ്കിൽ ഡൊമസ്റ്റിക് റെഫ്രിജറേഷൻ്റെ വർക്കിംഗ് പഠിച്ചപ്പോഴും ചെറിയ ട്യൂബുകളെല്ലാം കണ്ട ട്യൂബിൽ കൂടിയാണ് ഓരോ ഡിവൈസിലൂടെ കംപ്രസറിൽ കയറി, കണ്ടൻസറിൽ കയറി, എക്സ്പാൻഷൻ വാൾവിൽ കയറി, ഇവാപ്പറേറ്ററിൽ കയറുന്ന എല്ലാം ചെറിയ കോപ്പർ ട്യൂബ്സിൽ കൂടെയാണ്. ആ ട്യൂബിൻ്റെ അകത്തു കൂടെ പോകുന്ന ഈ റെഫ്രിജറൻറ്റ് വാട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതും കൂടെ അങ്ങ് ഫ്രീസ് ആയിപ്പോൾ. കാരണം വർക്കിംഗ് ടെമ്പറേച്ചർ ബിലോ 0 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ തന്നെ ഈ വാട്ടറും കൂടെ ഫ്രീസ് ആയെന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ റെഫ്രിജറൻറ്റും കൂടെ ഫ്രീസ് ആയി പോയാൽ പിന്നെ ആ സിസ്റ്റം പിന്നെ വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാട്ടറൊക്കെ ചില സ്പെഷ്യൽ കേസിൽ മാത്രമേ റെഫ്രിജറൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറുള്ളൂ. സാധാരണ ഈ ഫ്രീസിങ് പോയിൻ്റൊക്കെ വളരെ കുറവ് ടെമ്പറേച്ചറുള്ള -100 അല്ലെങ്കിൽ -150 അത്രത്തോളം ചെറിയ ടെമ്പറേച്ചർ ഫ്രീസിങ് പോയിൻ്റായിട്ടൊക്കെ വരുന്ന ഫ്ലൂയിഡ്സിനെയൊക്കെ മാത്രമേ സാധാരണ റെഫ്രിജറൻ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. ഇവിടെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസ് റെഫ്രിജറൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രീസിങ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ -109 എന്തോ ആണ്. അപ്പോൾ അത്രത്തോളം സൾഫർ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഗ്യാസിൻ്റെയാണ് അതിനേക്കാളും കുറഞ്ഞ ഫ്രീസിങ് പോയിൻ്റൊക്കെയാണ്.
അപ്പോൾ അങ്ങനെ വളരെ ഫ്രീസിങ് പോയിൻ്റൊക്കെ വളരെ ടെമ്പറേച്ചർ കുറഞ്ഞ ഫ്ലൂയിഡ്സൊക്കെയാണ് സാധാരണ റെഫ്രിജറൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. സാധാരണ അമോണിയ ഒക്കെ വളരെ കോമൺ ആയിട്ട് റെഫ്രിജറൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഫ്ലോറിനേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആണ് ഇപ്പോൾ സാധാരണ യൂസ് ചെയ്യുന്നത്. അതൊരു കെമിക്കലാണ്. അതിൻ്റെ ട്രേഡ് നെയിം ഫ്രെയോൺ എന്നൊക്കെ പറയും. കെമിക്കൽസാണ്. ഓരോ കമ്പനീസ് ഓരോ മാനുഫാക്ചേഴ്സും അവരുടെ റിസർച്ചിൽ കണ്ടെത്തിയ എന്തെങ്കിലും കെമിക്കലായിരിക്കും സാധാരണ റെഫ്രിജറൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സാംസങ് അവരുടെ റെഫ്രിജറേറ്ററിൽ ഉപയോഗിക്കുന്ന സെയിം കെമിക്കൽ തന്നെ ആവണമെന്നില്ല. വേറൊരു കമ്പനി അവരുടെ റെഫ്രിജറൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ കാണും. അപ്പോൾ അങ്ങനെ ഓരോ കമ്പനീസും അവരുടേതായിട്ടുള്ള റിസർച്ചിൽ കണ്ടെത്തിയ എന്തെങ്കിലും കെമിക്കലായിരിക്കും സാധാരണ റെഫ്രിജറൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. എന്നാലും ബേസിക്കലി ആ റെഫ്രിജറൻ്റ് എല്ലാം സാധാരണ ഹൈഡ്രോ കാർബൺസ് ആയിരിക്കും. ഹൈഡ്രോ കാർബൺസിൻ്റെ ഏതെങ്കിലും ഒരു ഫോമാണ് സാധാരണ റെഫ്രിജറൻ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റെഫ്രിജറൻ്റാണ് നമ്മുടെ വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. പണ്ട് കാലത്ത്, അതായത് ഈ റെഫ്രിജറേറ്ററൊക്കെ തുടങ്ങിയ ആ ഒരു സമയത്ത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ റെഫ്രിജറൻ്റ് ആയിട്ട് യൂസ് ചെയ്തിരുന്ന കോമ്പൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ കെമിക്കൽ എന്ന് പറയുന്നത് ക്ലോറോ ഫ്ലൂറോ കാർബൺ CFC എന്ന് പറയുന്ന കോമ്പൗണ്ടായിരുന്നു. ക്ലോറോ ഫ്ലൂറോ കാർബൺ ബേസ് ചെയ്തിട്ടുള്ള കെമിക്കൽസ് ആയിരുന്നു റെഫ്രിജറൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഒരുപക്ഷെ കേട്ട് കാണും. അപ്പോൾ ഈ ഒരു റെഫ്രിജറൻ്റാണ് നമ്മുടെ ഓസോൺ ഡിപ്ലീഷനൊക്കെ കാരണമായ ഒരു റീസൺ എന്ന് പറയുന്നത്. ഈ CFC എന്ന് പറയുന്നത് ക്ലോറോ ഫ്ലൂറോ കാർബൺ, അത് ഉപയോഗശൂന്യമായ റെഫ്രിജറേറ്റർ നമ്മൾ പുറത്ത് തള്ളും. അപ്പോൾ അങ്ങനെ ഉപയോഗശൂന്യമായ റെഫ്രിജറേറ്റർ ഫ്രിഡ്ജുകളിൽ നിന്ന് ഈ ലീക്കാവും. ഈ CFC എന്ന് പറയുന്ന റെഫ്രിജറൻ്റ് ലീക്കായി അത് അറ്റ്മോസ്ഫിയറിലോട്ട് കലർന്ന് മുകളിലോട്ട് പോയി ഓസോൺ ലെയർ വരെ എത്തും. അപ്പോൾ ഓസോൺ ലെയർ വരെ എത്തുമ്പോൾ ഈ CFC എന്ന് പറഞ്ഞ റെഫ്രിജറൻറ്റിൽ ഉള്ള ക്ലോറിൻ എന്ന പദാർത്ഥം ഓസോണുമായിട്ട് റിയാക്ട് ചെയ്താണ് ഓസോൺ ഡിപ്ലീഷൻ നടക്കുന്നത്. അപ്പോൾ അത് കാരണം ഓസോൺ പാളികളിൽ ഈ ഹോൾസൊക്കെ ഉണ്ടായി അൾട്രാ വയലറ്റ് റേസ് നേരിട്ട് എർത്തിലോട്ട് ഭൂമിയിലോട്ട് എത്തുന്ന ആ ഒരു കണ്ടീഷനൊക്കെ ഉണ്ടാകും. അത് ആൾക്കാർ തിരിച്ചറിഞ്ഞാണ്, ഓരോ സയൻറ്റിസ്റ്റ് തിരിച്ചറിഞ്ഞാണ് ഈ CFC ബേസ്ഡ് റെഫ്രിജറൻ്റ് എല്ലാം ബാൻ ചെയ്തത്. അതിനുശേഷം ഈ കമ്പനിക്കാർ CFC ബേസ്, അതായത് ക്ലോറോ ഫ്ലൂറോ കാർബൺ ബേസ് ചെയ്തിട്ടുള്ള റെഫ്രിജറൻ്റ് യൂസ് ചെയ്യുന്ന നിർത്തി. റെഫ്രിജറൻറ്റിലായിരുന്നാലും എയർ കണ്ടീഷനിലായിരുന്നാലും ഈ CFC ബേസ്ഡ് റെഫ്രിജറൻ്റ് യൂസ് ചെയ്യുന്നത് നിർത്തി. അതിനുശേഷമാണ് ഈ ക്ലോറിൻ, അതിലുള്ള ഈ CFC എന്ന് പറഞ്ഞ റെഫ്രിജറൻറ്റിലുള്ള ക്ലോറിൻ എന്ന പദാർത്ഥത്തെ ആ ഒരു കോമ്പൗണ്ടിനെ മാത്രം, ആ ഒരു എലമെൻറ്റിനെ മാത്രം മാറ്റിയിട്ട് ബാക്കി ഉള്ള രീതിയിൽ ഹൈഡ്രോ കാർബൺസൊക്കെ ബേസ് ചെയ്തിട്ടുള്ള റെഫ്രിജറൻ്റാണ് പിന്നെയുള്ള റെഫ്രിജറേറ്റേഴ്സിലും എയർ കണ്ടീഷനിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇപ്പോഴും ഫോളോ ചെയ്ത് വരുന്നത്. ഹൈഡ്രോ കാർബൺസ് ബേസ് ചെയ്ത റെഫ്രിജറൻ്റാണ് യൂസ് ചെയ്യുന്നത്. അത് ഈ ഓസോണിനൊന്നും അത്രത്തോളം ഹാംഫുൾ അല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വർക്കിംഗ് ഫ്ലൂയിഡാണ് റെഫ്രിജറൻ്റ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഈ റെഫ്രിജറൻ്റായിട്ട് ഒരു കെമിക്കൽ അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് റെഫ്രിജറൻ്റായിട്ട് ചൂസ് ചെയ്യണമെങ്കിൽ അത് ഒരുപാട് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനത്തെ ഒരു 10-15ഓളം പ്രോപ്പർട്ടീസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ലിസ്റ്റിൽ ചെയ്തിട്ടുള്ളതിൽ വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു 8-10 എണ്ണമാണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. എക്സാമിന് മേ ബി പ്രോപ്പർട്ടീസ് ഓഫ് റെഫ്രിജറൻ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കുക, ഒരു 3-4 മാർക്സിനെ ചോദിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള ഒരു 5-6 പോയിൻറ്റ്സ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എല്ലാം സിമ്പിൾ സെൻറ്റൻസിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. 16 ഞാൻ നോക്കിയപ്പോൾ 16 പ്രോപ്പർട്ടീസിൻ്റെ എക്സ്പ്ലനേഷൻ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ആ 16 എണ്ണവും പഠിക്കേണ്ടതില്ല, പക്ഷേ വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു 8-10 എണ്ണം നോക്കിക്കൊണ്ട് പോവുക. ഇത് ഈ പേര് പഠിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് എന്താണ് എഴുതാനുള്ളതെന്നൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. അങ്ങനത്തെ കുറച്ച് പ്രോപ്പർട്ടീസാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന റെഫ്രിജറൻ്റ് സാധാരണ നമ്മുടെ റെഫ്രിജറേറ്ററിലും എയർ കണ്ടീഷണറിലുമൊക്കെ വർക്കിംഗ് ഫ്ലൂയിഡായിട്ട് റെഫ്രിജറൻ്റായിട്ട് യൂസ് ചെയ്യാറുള്ളൂ. ഏറ്റവും ആദ്യത്തേതാണ് ഫ്രീസിങ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ഇത് നമ്മൾ പറഞ്ഞു, നമ്മുടെ റെഫ്രിജറൻറ്റിലും അല്ല എയർ കണ്ടീഷനിലും ആ ഒരു പ്രോബ്ലം ഇല്ല. കാരണം എയർ കണ്ടീഷണറിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ മേ ബി ഏറ്റവും കുറഞ്ഞത് 18 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ആയിരിക്കും വരുന്നത്. അല്ല 0 ഡിഗ്രി സെൽഷ്യസ് ഒന്നും വരുന്നില്ല. 18 അല്ലെങ്കിൽ 15 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ആയിരിക്കും എയർ കണ്ടീഷണറിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതേസമയം റെഫ്രിജറേറ്റേഴ്സിലാണെങ്കിൽ, നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ വർക്കിംഗ് ടെമ്പറേച്ചേഴ്സ് -0 ഡിഗ്രി സെൽഷ്യസിൽ പോകാൻ വഴിയുണ്ട്. അപ്പോൾ ആ സമയത്ത് വാട്ടറൊക്കെയാണ് വർക്കിംഗ് ഫ്ലൂയിഡായിട്ട് ഉപയോഗിക്കുന്നത്, റെഫ്രിജറൻ്റായിട്ട് യൂസ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ അകത്തുള്ള ആ പൈപ്പ് ലൈൻ കോപ്പർ ട്യൂബ്സിൻ്റെ അകത്ത് തന്നെ വാട്ടർ ചിലപ്പം ഫ്രീസായി പോയെന്നിരിക്കും. പിന്നെ ഈ റെഫ്രിജറേറ്റേഴ്സ് ഒന്നും വർക്ക് ചെയ്തില്ല എന്നൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഫ്രീസിങ് ടെമ്പറേച്ചറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇത് സാധാരണ -50ലും കുറഞ്ഞ ടെമ്പറേച്ചർ, ഫ്രീസിങ് ടെമ്പറേച്ചറായിട്ട് വരുന്ന ഫ്ലൂയിഡ്സേ സാധാരണ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഫ്രീസിങ് ടെമ്പറേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ റെഫ്രിജറേറ്ററിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചറിനേക്കാളും വളരെ കുറഞ്ഞ ടെമ്പറേച്ചർ ആയിരിക്കണം ഫ്രീസിങ് ടെമ്പറേച്ചറായിട്ട് വരേണ്ടത്. അപ്പോൾ ഫ്രീസിങ് ടെമ്പറേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. പിന്നെ ഉള്ളത് വിസ്കോസിറ്റി. നമ്മുടെ കോപ്പർ ട്യൂബ്സിൻ്റെ അകത്തു കൂടെയാണ് ഈ റെഫ്രിജറൻറ്റ് പാസ് ചെയ്യേണ്ടത്.
അപ്പോൾ ഈ കോപ്പർ ട്യൂബ്സ് എന്ന് പറഞ്ഞാൽ ആ കോപ്പർ ട്യൂബ് തന്നെ വളരെ കുറച്ച് ഡയമീറ്റർ കുറഞ്ഞ ട്യൂബാണ്. അതിൻ്റെ അകത്തുള്ള ഹോൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഡയമീറ്റർ ആയിരിക്കും. അപ്പോൾ ആ ചെറിയ ഡയമീറ്ററുള്ള ഹോളിൻ്റെ അകത്ത് കൂടെ വേണം വളരെ ഫാസ്റ്റായിട്ട് വളരെ സ്മൂത്തായിട്ട് ഈ റെഫ്രിജറൻറ്റ് പാസ് ചെയ്യാനുള്ളത്, ഫ്ലോ ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനെ ഫ്ലോ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ വിസ്കോസിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കണം. വളരെ തിക്കായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ വിസ്കോസിറ്റി ഉള്ള റെഫ്രിജറൻ്റ് ആണ് എങ്കിൽ അത് വളരെ സ്പീഡിൽ സ്മൂത്തായിട്ട് അത് പാസ് ചെയ്യത്തില്ല, വളരെ സ്പീഡിൽ അത് ഫ്ലോ ചെയ്യത്തില്ല. അതുകൊണ്ട് വളരെ വിസ്കോസിറ്റി കുറഞ്ഞ ഫ്ലൂയിഡ്സാണ് റെഫ്രിജറൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത പ്രോപ്പർട്ടിയാണ് തെർമൽ കണ്ടക്ടിവിറ്റി എന്നുള്ളത്. തെർമൽ കണ്ടക്ടിവിറ്റി എന്നുള്ളത് നമ്മുടെ റെഫ്രിജറൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്തെന്ന് പറഞ്ഞാൽ ഹീറ്റിനെ വളരെ ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യണം, അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് അതിനെ റിജക്റ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെ വളരെ ഈസി ആയിട്ട് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുകയും റിജക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യണമെങ്കിൽ വളരെ ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ആ ഫ്ലൂയിഡിന് വേണം. അപ്പോൾ ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ള ഫ്ലൂയിഡ്സാണ് റെഫ്രിജറൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. തെർമൽ കണ്ടക്ടിവിറ്റി കുറവാണെങ്കിൽ ഈ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന ആ ഒരു റേറ്റ് വളരെ കുറവായിരിക്കും, ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പെൽ ചെയ്യുന്ന റേറ്റും വളരെ കുറവായിരിക്കും. അപ്പോൾ അത് പാടില്ല. ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ള ഫ്ലൂയിഡ്സാണ് റെഫ്രിജറൻ്റായിട്ട് യൂസ് ചെയ്യേണ്ടത്. പിന്നെയുള്ള സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഒരുപാട് തവണ ഈ വർക്കിംഗ് ഫ്ലൂയിഡ് എന്നുള്ള ഇവാപ്പറേറ്ററിൽ കയറി, കംപ്രസറിൽ കയറി, അത് കഴിഞ്ഞ് കണ്ടൻസറിൽ കയറി കണ്ടൻസായി, പിന്നെ എക്സ്പാൻഷൻ വാൾവിൽ കയറി, പിന്നെ അതിൻ്റെ പ്രഷർ കുറഞ്ഞു, അത് കഴിഞ്ഞ് വീണ്ടും ഇവാപ്പറേറ്ററിൽ കയറി. ആ ഒരു സൈക്കിൾ മേ ബി 10,000 അല്ലെങ്കിൽ 1,00,000 ടൈംസ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കേണ്ടതാണ്. വർഷങ്ങളോളം ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കെമിക്കൽ വളരെ സ്റ്റേബിളായിരിക്കണം, കെമിക്കൽ ചേഞ്ചസ് ഒന്നും വരാൻ പാടില്ല, കെമിക്കലി സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ആയിരിക്കണം വേണ്ടത്. അപ്പോൾ അതിനെയാണ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരുപാട് കാലം, ഒരു 4-5 വർഷമെങ്കിലും അതിൻ്റെ അകത്ത് കുഴപ്പമില്ലാതെ ആ റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യാനുള്ളതാണ്, അല്ലെങ്കിൽ എയർ കണ്ടീഷണർ വർക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് ഈ വർക്കിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്ന ആ റെഫ്രിജറൻറ്റ് വേറെ കെമിക്കൽ ചേഞ്ചസ് ഒന്നും വരാൻ പാടില്ല, സ്റ്റേബിളായിട്ട് ആ കറക്റ്റ് പ്രോപ്പർട്ടീസ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അതിനെയാണ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ നോൺ ഇൻഫ്ലെയിമബിൾ, അതായത് കത്തി പിടിക്കാൻ പാടില്ല, റെഫ്രിജറേറ്റർ ഇൻഫ്ലെയിമബിൾ ആവാൻ പാടില്ല, കത്തി പിടിക്കാൻ പാടില്ല, കൊറോസീവ് ആവാൻ പാടില്ല. കോപ്പർ ട്യൂബ്സിൻ്റെ അകത്തു കൂടെയാണ് ഈ റെഫ്രിജറൻറ്റ് പാസ് ചെയ്യുന്നത്. അപ്പോൾ കോപ്പർ ട്യൂബ്സിന് കൊറോഷൻ ഉണ്ടാക്കാൻ പാടില്ല. അപ്പം നോൺ കൊറോസീവ് ആയിരിക്കണം, നോൺ ടോക്സിക് ആയിരിക്കണം, പോയിസണസ് ആകാൻ പാടില്ല. ഇൻ കേസ് റെഫ്രിജറൻറ്റ് വല്ലതും ലീക്ക് ആവുകയാണെങ്കിലും അതൊരു പോയിസണായിട്ട് അത് ശ്വസിക്കുന്ന ആൾക്കാർക്ക് അപകടമൊന്നും വരാൻ പാടില്ല. ഇനിയിപ്പം ഇൻ കേസ് ഫുഡ് ഐറ്റംസിലോ വല്ലതും അത് സ്പ്രെഡ് ആവുകയാണെങ്കിൽ പോലും അത് പോയിസണായിട്ട് മാറാൻ പാടില്ല. അപ്പോൾ അങ്ങനെ നോൺ ടോക്സിക് ആയിട്ടുള്ള കെമിക്കലായിരിക്കണം റെഫ്രിജറൻ്റായിട്ട് യൂസ് ചെയ്യേണ്ടത്. പിന്നെ ലീക്കേജ് ഡിറ്റക്ഷൻ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ലീക്ക് ആവുകയാണെങ്കിൽ എന്തോ സ്മെല്ല് വരും, വളരെ ബാഡായിട്ടുള്ള വളരെ ഫൗൾ സ്മെല്ല് അത് വരും. ആ ഫൗൾ സ്മെല്ല് വരുന്നത് ആ സ്മെല്ലിനുള്ള കെമിക്കൽ അതിൽ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. റെഫ്രിജറൻറ്റിൽ ആ സ്മെല്ല് ഉണ്ടാവാനുള്ള കെമിക്കലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാലേ ലീക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ റെഫ്രിജറൻറ്റ് ലീക്കായി എന്ന്. അപ്പോൾ ലീക്കേജ് ഡിറ്റക്ഷന് വേണ്ടിയുള്ളതും കൂടെ ആ ഒരു പ്രോപ്പർട്ടി, അതായത് ആ ലീക്ക് ആവുകയാണെങ്കിൽ എന്തെങ്കിലും സ്മെല്ല് അത് പ്രൊഡ്യൂസ് ചെയ്യണം, ആ ഒരു പ്രോപ്പർട്ടിയും കൂടെ റെഫ്രിജറൻറ്റിന് വേണം. അപ്പോൾ അതിന് സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എക്സ്ട്രാ കെമിക്കൽസും കൂടെ ഈ റെഫ്രിജറൻറ്റിൽ ആഡ് ചെയ്യും. അല്ലാതെ പ്യുവർ റെഫ്രിജറൻറ്റിന് മേ ബി സ്മെല്ലൊന്നും കാണത്തില്ല. ഈ ലീക്ക് ആവുമ്പോൾ സ്മെല്ല് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ആ സ്മെല്ലുണ്ടാവാനുള്ള കെമിക്കലും കൂടെ ഈ റെഫ്രിജറൻറ്റിൽ ആഡ് ചെയ്യും. അപ്പോൾ അതാണ് ഈ ലീക്കേജ് ഡിറ്റക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്, വളരെ ഇലക്ട്രിക്കലി റെസിസ്റ്റൻസ് കൂടിയ കെമിക്കലായിരിക്കണം റെഫ്രിജറൻ്റായിട്ട് യൂസ് ചെയ്യേണ്ടത്. കാരണം കോപ്പർ ട്യൂബ് എന്ന് പറയുന്നത് ആൾറെഡി വളരെ ഇലക്ട്രിസിറ്റി കണ്ടക്ടറാണ്. അപ്പോൾ അതിൻ്റെ അകത്തു കൂടെ പോകുന്ന റെഫ്രിജറൻറ്റ് കണ്ടക്ടർ ആയാൽ മേ ബി ഡേഞ്ചറസ് ആണ് എന്ന് പറയാം. കാരണം ഇത് കംപ്രസറിലോട്ട് കയറി ഇറങ്ങുന്നതാണ്, അത് കഴിഞ്ഞ് കണ്ടൻസറിലൊക്കെ കയറി ഇറങ്ങുന്നതാണ്. അപ്പോൾ ആ സമയത്ത് കണ്ടൻസറിൽ കൂടെ കയറി ഇറങ്ങുന്ന സമയത്ത് മേ ബി നമുക്ക് സത്യം പറഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെ പിറയിലുള്ള കണ്ടൻസർ എന്ന് പറയുന്ന ആ ട്യൂബ് പിറകിൽ മേ ബി പഴയ ഫ്രിഡ്ജുകളിലാണെങ്കിൽ ഒരുപാട് ട്യൂബ്സ് ഇങ്ങനെ പിറകിൽ വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ അതിൽ ടച്ച് ചെയ്താലും നമുക്ക് ഷോക്കൊന്നും അടിക്കത്തില്ല. അത് റീസൺ എന്തെന്ന് പറഞ്ഞാൽ അതിന് നേരെ ഇലക്ട്രിക്കൽ കണക്ഷനുമായിട്ട് ബന്ധമില്ല, കണ്ടൻസറിന് ഇലക്ട്രിക്കൽ വയറിങ്സുമായിട്ട് കണക്ഷനൊന്നുമില്ല. മാത്രമല്ല അതിൻ്റെ അകത്തു കൂടെ പോകുന്ന റെഫ്രിജറൻറ്റും കണ്ടക്റ്റീവ് അല്ല, റെസിസ്റ്റൻസ് കൂടി, അതായത് കണ്ടക്ടറായിട്ടുള്ള ഒരു കെമിക്കലല്ല അതിൻ്റെ അകത്തുകൂടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടക്ടറായിട്ടുള്ള കെമിക്കലാണ് പാസ് ചെയ്യുന്നതെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്ത് പവർ ആയിട്ട് ടച്ച് ചെയ്ത് വരുന്ന കെമിക്കലാണെങ്കിൽ തന്നെ ആ കെമിക്കലിൻ്റെ എല്ലാ സ്ഥലത്തോട്ടും, കെമിക്കൽ പോകുന്ന എല്ലാ സ്ഥലത്തോട്ടും അതിൻ്റെ ഇലക്ട്രിക് പവർ പോകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോക്ക് അടിക്കാനുള്ള സാധ്യത കൂടും. അപ്പോൾ റെസിസ്റ്റൻസ് കൂടിയ കെമിക്കലാണ് എങ്കിൽ, അതായത് കണ്ടക്ടർ അല്ലാത്ത ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ള ഒരു കെമിക്കലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ഷോക്ക് അടിക്കുക, ആ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാം. അപ്പം അതിനുവേണ്ടി ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് കൂടിയ റെഫ്രിജറൻ്റാണ് കെമിക്കലാണ് യൂസ് ചെയ്യുന്നത്. പിന്നെയുള്ള അവൈലബിലിറ്റിയും കോസ്റ്റും, അതായത് ഈസി ആയിട്ട് അവൈലബിൾ ആയിരിക്കണം, ഈസി ആയിട്ട് മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്ന
കെമിക്കലായിരിക്കണം റെഫ്രിജറൻ്റ് ആയിട്ടുള്ളത്. പിന്നെ കോസ്റ്റ് കൂടിയ കെമിക്കൽസാണ് റെഫ്രിജറൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് ആ ഡിവൈസിന്, ഫ്രിഡ്ജ് ആയിരുന്നാലും എയർ കണ്ടീഷൻ ആയിരുന്നാലും അതിൻ്റെ കോസ്റ്റും വളരെ കൂടും. അപ്പം കോസ്റ്റ് കുറഞ്ഞ കെമിക്കലാണ് റെഫ്രിജറൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എങ്കിൽ ആ ഡിവൈസിനും കോസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ കോസ്റ്റ് കുറഞ്ഞ് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള കെമിക്കൽസാണ് ഈ റെഫ്രിജറൻ്റ് ആയിട്ട് സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, ഈ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസ് മാത്രമല്ല, ഇതിൽ കൂടുതൽ പ്രോപ്പർട്ടീസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പഠിക്കാൻ പറ്റുന്നതാണെങ്കിൽ വായിച്ച് പഠിക്കുക, അല്ല എങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന 7-8 എണ്ണം തന്നെ കാണാതെ പഠിച്ചുകൊണ്ട് പോവുക. ഇത് ലിസ്റ്റ് ചെയ്യുന്ന മാത്രം കാണാതെ പഠിച്ചാൽ മതി. ഇതിൻ്റെ അകത്ത് എഴുതാനുള്ളത് നിങ്ങൾക്ക് സ്വയം എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് റെഫ്രിജറൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് റെഫ്രിജറൻ്റ് എന്ന് മനസ്സിലായല്ലോ. അതിൻ്റെ ഈ റെഫ്രിജറേഷൻ ഡിവൈസിൽ ഉപയോഗിക്കുന്ന വർക്കിംഗ് ഫ്ലൂയിഡിനെയാണ് റെഫ്രിജറൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെഫ്രിജറൻ്റാണ് ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് വേപ്പർ ആവുന്നതും അത് കഴിഞ്ഞ് അത് റിജക്റ്റ് ചെയ്യും. ഇപ്പം അതായത് കണ്ടൻസറിൽ പോയി റിജക്റ്റ് ചെയ്യുമ്പം തിരിച്ച് ലിക്വിഡ് ഫോമിലോട്ടും ആവുന്നത്. അങ്ങനത്തെ ഫ്ലൂയിഡിനെയാണ് റെഫ്രിജറൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ ഫ്ലൂയിഡ് തന്നെ എല്ലാ ഫ്ലൂയിഡ്സിനും യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. കുറച്ച് പ്രോപ്പർട്ടീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള കെമിക്കൽസ് മാത്രമേ റെഫ്രിജറൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതാണ് റെഫ്രിജറൻ്റ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.